ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഫോർഡിൻ്റെ ഒരു വാനാണ്. ഈ ഒരു വാനം വർക്ക്ഷോപ്പിൽ വന്നില്ല, സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വാനത്തിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡാർ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാനത്തിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാനത്തിൻ്റെ സെൻറ്ററിലും അതേമാതിരി തന്നെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ കണ്ടുള്ള അതേമാതിരി 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതേമാതിരി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ലഗേജ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയല്ല നമുക്ക് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് റീസെറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോ നടന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നിങ്ങൾക്ക് കാണാം, ക്ലച്ച് പെഡലും അതേമാതിരി തന്നെ ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇതിൽ വന്നിരിക്കുന്ന ഒരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു അടുത്തുള്ള ഒരു കമ്പനിയുടെ വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ സർവീസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഓയിൽ സർവീസ് റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓയിൽ ചേഞ്ച് റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് റീസെറ്റ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ആദ്യം തന്നെ വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ഇഗ്നിഷൻ ഓൺ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും ഒരു 25 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓയിൽ ചേഞ്ച് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും ഒരു 25 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ കൃത്യമായ ആ ഒരു ടൈം പീരീഡ് തന്നെ ചെയ്താൽ മാത്രമേ ആ ഒരു വാണിംഗ് പോകത്തുള്ളൂ. ഈ ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും ഒരേ സമയം തന്നെ പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരേ സമയം പ്രസ് ചെയ്താൽ മാത്രമേ അത് റീസെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു 25 സെക്കൻഡ് കൃത്യമായിട്ടായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ കണ്ടുള്ള സർവീസ് എഞ്ചിൻ ഓയിൽ റീസെറ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.